വാർത്തയിലേക്ക് നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. വൻ പ്രചാരണം നടന്നിട്ടും പാലക്കാട് പോളിംഗ് കുറഞ്ഞതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ആശങ്കയാണ്. പോളിംഗ് കുറഞ്ഞത് ബാധിക്കില്ലെന്ന് 3 മുന്നണി നേതൃത്വങ്ങളും അവകാശപ്പെടുന്നുണ്ടെങ്കിലും തങ്ങളുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായോ എന്ന് ഉറപ്പിച്ചു പറയാനാകാത്ത അവസ്ഥയിലാണ് മുന്നണികൾ. ശക്തി മേഖലകളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായോ എന്ന പരിശോധനയിലേക്കും കണക്കെടുപ്പിലേക്കും കടക്കുകയാണ് നേതൃത്വങ്ങൾ. ഇതിനിടെ പതിവ് പോലെ പാലക്കാട് വോട്ട് കച്ചവട ആരോപണ സാധ്യതയുമുണ്ട്. TG സജിത്താണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ വോട്ട് പെട്ടിയിലായിരിക്കുന്നു. ഈ ഒരു ചെറിയ ശതമാനത്തിന്റെ കുറവ് കഴിഞ്ഞ തവണത്തേക്കാൾ ഉണ്ടായിരിക്കുന്നു. ആ പോളിംഗ് കുറഞ്ഞതിലുള്ള ആശങ്ക എങ്ങനെയാണ് മുന്നണികൾ പ്രകടിപ്പിക്കുന്നത്? ആത്മവിശ്വാസം ഏത് രീതിയിലാണ് ഓരോ മുന്നണിയുടെ? അതാണ് പാലക്കാട് പോളിംഗ് കുറഞ്ഞതിലുള്ള ആശങ്ക മുന്നണികൾക്ക് ഉണ്ട് എങ്കിലും ബാധിക്കില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് 3 മുന്നണികളും. നഗരമേഖലകളിൽ ഉണ്ടായ കൂടുതൽ പോളിംഗ് അത് NDAക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയോടെയാണ് NDA മുന്നണി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജിത്ത്, ഗുഡ് മോർണിംഗ്. ഏത് രീതിയിലാണ് കൂട്ടിക്കിഴിക്കലുകൾ നടക്കുന്നത് പാലക്കാട്? അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു വലിയ പരസ്യ പ്രചരണം അവസാനിച്ച് വോട്ടെടുപ്പിന്റെ ദിനങ്ങൾ പൂർത്തിയായി പാലക്കാട് ഇന്നൊരു ശാന്തമായ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ ദിവസത്തെ പാലക്കാടിന്റെ ഓരോ ദിവസത്തെയും പ്രഭാതങ്ങളും ഒപ്പം തന്നെ പകൽ നേരങ്ങളുമൊക്കെ എത്ര വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കും വലിയ പ്രചരണങ്ങൾക്കുമൊക്കെ ഇടവച്ച ശേഷം എന്തായാലും അത് അവസാനിച്ചിരിക്കുന്നു. ആ സസ്പെൻസ് കഴിഞ്ഞിരുന്നു. ഇനി കണക്കെടുപ്പിന്റെ ദിവസങ്ങളാണ്. കണക്കെടുക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ അത് വേഗത്തിൽ എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന കാര്യമാണ് മുന്നണി നേതൃത്വങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ അശ്വതി, എല്ലാവരെയും ആശങ്കയിലായിരുന്ന ഒരു കാര്യം, ഈ പ്രചരണം അവസാനിച്ച് അതിന്റെ എല്ലാ ആവേശവുമായി ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ പ്രതീക്ഷിച്ച ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് ഉയർന്നില്ല എന്നതാണ്. അതായത് 75% 2021 രേഖപ്പെടുത്തിയ പോളിംഗ്. പക്ഷേ അത് 5% കുറവാണ് നിലവിലുള്ള കണക്ക് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം, ചില കണക്കിൽ ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായേക്കാം. എന്നിരുന്നാൽ പോലും വലിയ പോളിംഗ് ശതമാനത്തിലുള്ള കുറവ് രേഖപ്പെടുത്തി. ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നതാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളെ കുഴയ്ക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കണക്കെടുപ്പ് അസാധ്യമാണ്, പ്രവചനാതീതമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ്. പ്രത്യേകിച്ച് തങ്ങളുടെ മേഖലകളിൽ നിന്നും, തങ്ങളുടെ ശക്തി മേഖലകളിൽ നിന്നും വോട്ട് ചോർച്ച ഉണ്ടായോ എന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് മുന്നണി നേതൃത്വങ്ങൾ. ഇന്നലെ ഈ വോട്ടെടുപ്പിന് ശേഷം 3 മുന്നണികളും ഒരേപോലെ പ്രതികരിച്ചത് തങ്ങൾക്ക് വോട്ട് ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല, തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു എന്ന കാര്യമാണ്. പക്ഷേ അതത്ര അങ്ങ് ഉറപ്പിച്ചു പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പാലക്കാട് ഇത്തവണ ഈ കണ്ണാടി പഞ്ചായത്തിൽ വ്യാപകമായ പോളിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സൂചനയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ 2021 പാലക്കാട് 75% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ കണ്ണാടി പഞ്ചായത്തിൽ മാത്രം അത് 78% പോളിംഗ് ആയിരുന്നു. പക്ഷേ ഇത്തവണ അത് 70%-മായി കണ്ണാടി പഞ്ചായത്തിലെ പോളിംഗ് കുറഞ്ഞു. അത് എന്തെങ്കിലും സൂചനകളാണോ, എന്ത് കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നത് പൊതുവിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്ര വലിയ പ്രചരണം നടന്നിട്ടും അത് ജനങ്ങളെ സ്വാധീനിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ആ വോട്ട് ചോർച്ച ഉണ്ടായത് എവിടെയാണ്? അത് ആർക്ക് ഗുണമുണ്ടാക്കും, ആർക്ക് നഷ്ടമുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു കണക്കെടുപ്പ് എടുത്താൻ കഴിയുന്നില്ല. പ്രാദേശികമായി ഇന്നലെ ചില കണക്കെടുപ്പുകൾ മുന്നണി നേതൃത്വങ്ങൾ എടുത്ത് ചില കണക്കുകളൊക്കെ നമുക്ക് മുന്നിൽ അനൌദ്യോഗികമായി അവർ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ അവർ ശുഭപ്രതീക്ഷയിലാണ്. പക്ഷേ ഇന്ന് വാർഡ് തരത്തിലുള്ള കണക്കെടുപ്പുകൾ ശേഖരിക്കും. എന്തായാലും അത്തരം നീക്കങ്ങൾ നമുക്ക് ഇന്ന് പകൽ ദിനം പ്രതീക്ഷിക്കാം. ഒപ്പം രാഷ്ട്രീയ വിവാദങ്ങളും ഒട്ടും കുറവല്ല. കാരണം ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ എപ്പോഴും വിവാദത്തിലാക്കിയിരിക്കുന്നത് വോട്ട് കച്ചവട ആക്ഷേപമാണ്. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും അതിന്റെ ലക്ഷണം കാണുന്നുണ്ട്. ഇന്നലെ കെ സുരേന്ദ്രൻ ഈ വോട്ടെടുപ്പ് പൂർത്തിയായ തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് വലിയ തരത്തിൽ ചർച്ചകൾക്ക് ഇടവെക്കുന്നുണ്ട്. ഇന്ന് അതിന്റെ തുടർ ചർച്ചകളും നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് BJPയുടെ വിജയം പ്രവചിക്കുന്ന അദ്ദേഹം 2ാം സ്ഥാനത്ത് ഇടതുമുന്നണി എത്തുമെന്നാണ് പറയുന്നത്. അതായത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ അവർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന BJPയുടെ വാദത്തിൽ എന്ത് കഴമ്പുണ്ട്, എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേന്ദ്രൻ അങ്ങനെ പറയുന്നു എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അതിൽ വോട്ട് കച്ചവട ആക്ഷേപമായി തന്നെ അത് മാറാൻ സാധ്യതയുണ്ട്. 9 മണിക്ക് അല്പസമയം കഴിയുമ്പോൾ ഷാഫി പറമ്പിലും ഒപ്പം തന്നെ VK ശ്രീകണ്ഠനും കൂടി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സുപ്രധാനമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നലത്തെ വോട്ടെടുപ്പിന് ശേഷം
ഇന്ന് പകൽ ദിനം നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത് പാലക്കാടെ തുടർ ചർച്ചകളാണ്, രാഷ്ട്രീയ വിവാദങ്ങളാണ്. അതുകൊണ്ട് പാലക്കാട് മുഖ്യധാരയിൽ തന്നെ ഉണ്ടാവും ഇന്നത്തെ ഒരു പകൽ ദിനവും. ഇന്നത്തെ കെ സുരേന്ദ്രന്റെ പ്രതീക്ഷ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൂടി ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടതില്ലേ? വോട്ട് കച്ചവട ആരോപണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതൊരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കൃത്യമായി സാധാരണയായി ഉണ്ടാകുന്ന കാര്യവുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കെ സുരേന്ദ്രൻ പോളിംഗ് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇട്ട ആ പോസ്റ്റ്, വടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ, പാലക്കാട് വിജയം NDAക്ക്, 3ാം സ്ഥാനത്ത് UDF എന്ന ആ പോസ്റ്റ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ട സമയം കൂടിയല്ലേ? അത്രത്തോളം ആത്മവിശ്വാസം NDAക്ക് പാലക്കാട് ഉണ്ടെന്ന് പറയുമ്പോൾ ഈ പോളിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനെ എങ്ങനെ വായിക്കാം? തീർച്ചയായും അത് എന്തുകൊണ്ടാണ് BJP അത്ര കോൺഫിഡൻസ് വച്ചു പുലർത്തുന്നത് എന്നതാണ് എതിർച്ചേരി ഉന്നയിക്കുന്ന ആക്ഷേപം. മാത്രമല്ല, 2ാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷം വരും എന്ന വാദം എങ്ങനെ ഉന്നയിക്കാൻ കഴിയുന്നു എന്നതാണ് ചോദ്യം. അവിടെ BJP CPM വോട്ട് ധാരണയിൽ ആണോ നീക്കങ്ങൾ നടന്നത്, വോട്ട് കച്ചവടം നടന്നോ എന്ന ആക്ഷേപം മറുചേരിയും ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ CPM കേന്ദ്രങ്ങൾ ഉന്നയിച്ച ഒരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. അതായത്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ചില ബൂത്തുകളിൽ കോൺഗ്രസ് പ്രവർത്തകർ പോളിംഗിന് ഉണ്ടായിരുന്നില്ല. അവർ പോളിംഗ് ഡ്യൂട്ടിയിൽ നിന്ന്, പോളിംഗ് ചുമതലകളിൽ നിന്ന് അവർ മാറി നിന്നു, പിന്നോട്ട് വലിഞ്ഞു നിന്നു എന്ന ആക്ഷേപം CPM ഉന്നയിച്ചു കഴിഞ്ഞു. ആ ആക്ഷേപം CPM ഉന്നയിക്കുന്നതിന് പിന്നിൽ ഒരു വോട്ട് കച്ചവട ആക്ഷേപമായി തന്നെ അത് മാറുമോ എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നീക്കം CPM തുടക്കമിട്ട് കഴിഞ്ഞു. ഇന്ന് രാവിലെ ഇപ്പം ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനുമൊക്കെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയത്തിൽ അവരും എടുക്കാൻ പോകുന്ന നിലപാട് പ്രസക്തമാണ്. അതുകൊണ്ട് പാലക്കാട് പറഞ്ഞു വെച്ചിരിക്കുന്ന രാഷ്ട്രീയം വലിയ തുടർ ചർച്ചകൾക്ക് ഇടവെക്കുന്നതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് തുടർ ചർച്ചകൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഇടവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പാലക്കാട് പോളിംഗ് ശതമാനം അത് ആരെ സ്വാധീനിച്ചിട്ടുണ്ട്, ആർക്ക് ഗുണപ്പെട്ടിട്ടുണ്ട്, ആർക്ക് നഷ്ടമുണ്ടാക്കി എന്നതാണ് കണക്കെടുപ്പിൽ വ്യക്തമാവാത്ത കാര്യം. BJPയും കോൺഗ്രസും CPM ഒക്കെ ഒരേപോലെ അവകാശപ്പെടുന്നത് തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. പക്ഷെ അത്തരം സംവിധാനം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം, 2013 നടക്കേണ്ട വോട്ടെടുപ്പാണ് 20ലേക്ക് മാറ്റിയത്. അതിന് കാരണമായി പറയുന്നത് ഇവിടുത്തെ വോട്ടർമാർക്ക് കൂടുതലായി പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഈ കൽപ്പാത്തിയിലെ രഥോത്സവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ്. അത്ര 7 ദിവസം കൂടി നീക്കിവെച്ച വോട്ടെടുപ്പ് കൊണ്ടും ഇവിടെ ഫലമുണ്ടായില്ല, പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നത് വസ്തുത കൂടി വരുന്നുണ്ട്. കൽപ്പാത്തിയുടെ കണക്കെടുക്കുമ്പോൾ കൽപ്പാത്തി ബൂത്തുകളിലും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് അവിടെ ഈ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചതൊന്നും പോളിംഗിൽ ഗുണപ്പെട്ടിട്ടില്ല, അത് പ്രതിഫലിച്ചിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ആർക്ക് നഷ്ടമുണ്ടാക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആർക്കും മുന്നണി നേതൃത്വങ്ങൾ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ആത്മവിശ്വാസം പറയുന്നത് പോലെ തികഞ്ഞ ഉറപ്പിൽ അവർക്കൊന്നും ഈ കണക്കെടുപ്പ് നടത്തി അവതരിപ്പിക്കാൻ വിഷയങ്ങൾ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. ഇന്നലെ വൈകിട്ട് വെണ്ണക്കര എന്ന ബൂത്തിൽ ഉണ്ടായ ഒരു സംഘർഷമുണ്ട്. അവിടെ രാഹുൽ മാങ്കൂട്ടം എത്തിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കം, ആ തർക്കം അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തായാലും ഈ വിഷയമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും കോൺഗ്രസിന്റെ ബദൽ നീക്കം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നു. അതാണ് സജിത്ത്, ഈ മുന്നണികൾ അവരുടെ കൂട്ടിക്കിഴിക്കലുകൾ നടത്തുമ്പോൾ അവിടെ നിന്ന ഒരാളെന്ന നിലയിൽ, ഇലക്ഷന്റെ സമയത്ത് തുടക്കം മുതൽ അവിടെ നിന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് സജിത്ത് ഈ ഒരു പോളിംഗ് ശതമാനത്തെ കാണുന്നത്? ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ ശതമാനം കണക്കെടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നഗരസഭാ മേഖലകളിൽ BJPക്ക് അനുകൂലമായ സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ മേഖലകളുടെ അടിസ്ഥാനത്തിൽ പോളിംഗ് ശതമാനം കണക്കാക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഏകദേശം ഒരു അനുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്? അശ്വതി, ഇവിടെ പൊതുവിൽ പാലക്കാട് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരുന്ന ഇടമാണ്, വലിയ ജനാധിപത്യ ബോധമുള്ള വോട്ടർമാരുള്ള ഇടമാണ്. അതൊക്കെയാണ് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ നമുക്കുണ്ടായ അനുഭവം. 2021 ഏറ്റവും ഒടുവിലും ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയ ശ്രീധരൻ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിലാണ് 75% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും ഒടുവിൽ നടന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 70% പോളിംഗ് ആയിട്ട് പാലക്കാട് കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതു ശരാശരിക്കൊപ്പം അന്ന് പാലക്കാട് ഉണ്ടായിരുന്നു എന്നതും വസ്തുതയാണ്. പക്ഷേ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് പാലക്കാട് ഈ പ്രചരണം നടന്നപ്പോൾ പോളിംഗ് ശതമാനം ഉയരുമെന്നത് തന്നെയാണ്. പക്ഷെ അത് സംഭവിച്ചില്ല എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ അത് കുറഞ്ഞതിന്റെ കാരണം തേടൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ പ്രതിസന്ധിയെ തന്നെ ഉണ്ടാക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കണക്കെടുപ്പ് നടത്തിയാൽ പാലക്കാടിന്റെ നഗരമേഖലകളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് 70% തന്നെയാണ് ആ പോളിംഗ് നിൽക്കുന്നത്.
ഇതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കെടുപ്പിലും അങ്ങനെയാണ്. കണ്ണാടി പഞ്ചായത്തിലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഒരു പക്ഷേ പ്രത്യേകം പരിശോധിക്കപ്പെട്ടേക്കാം. കണ്ണാടി പഞ്ചായത്ത് പൊതുവിൽ CPM-ന് ആധിപത്യമുള്ള CPM-ന്റെ ശക്തി മേഖലയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരുടെ വോട്ടുകളിലാണ് നഷ്ടമുണ്ടാക്കിയത്, ആർക്കത് ഗുണപ്പെടുമെന്ന പ്രസക്തമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടുകൂടി ഈ കണക്കെടുപ്പ് സങ്കീർണമാക്കുന്നത് ഒരുപക്ഷെ പ്രാദേശിക തലത്തിലുള്ള കണക്കുകൾ കൂടുതലായി ശേഖരിക്കപ്പെട്ടേക്കാം. പക്ഷേ ഈ കണക്കെടുപ്പുകൾ എത്ര കണ്ട് ശരിയാകുമെന്ന വിഷയം കൂടിയുണ്ട്. ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം അത് ആരെ തുണയ്ക്കുമെന്നതിൽ കൃത്യമായ ഒരു വിലയിരുത്തലിലേക്ക് മുന്നണി നേതൃത്വങ്ങൾക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മുന്നണികളുടെ പ്രതീക്ഷ നമുക്ക് പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് അവകാശപ്പെടുന്നത് 10,000-ന് മുകളിൽ ഭൂരിപക്ഷമാണ്. രാഹുൽ മാങ്കൂട്ടം 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്ന് അവർ അവകാശപ്പെടുന്നു. അതേസമയം സരിൻ ഇത്തവണ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്ന് അവർ പറയുന്നു. അതായത് 35,000 വോട്ടുകൾ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് കിട്ടിയെടുത്ത് ഇത്തവണ അത് 70,000 വോട്ടുകളായി വർദ്ധിപ്പിക്കുമെന്നാണ് ഇടതു ക്യാമ്പും സരിനുമൊക്കെ അവകാശപ്പെടുന്നത്. അത് ഫലിക്കുമോ കണ്ടറിയാം. ഒപ്പം തന്നെ ഇത്തവണ BJP-യുടെ അവകാശവാദം അവരുടെ പരമ്പരാഗത വോട്ടുകളിൽ ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല, മറിച്ച് കൂടുതൽ വോട്ടുകളെ സമാഹരിക്കാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ വിജയിച്ചു കയറും. ഇതാണ് ഈ മൂന്ന് നേതൃത്വങ്ങൾ അവകാശപ്പെടുന്ന കാര്യം. പക്ഷേ ആരുടെ കണക്കാണ് വ്യക്തമാവുന്നത് എന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് ഈ പോളിംഗ് ശതമാനത്തിനുണ്ടായ കുറവാണ്. ഒരുപക്ഷെ പോളിംഗ് ശതമാനം 75% അതിന് മുകളിലേക്കോ ഉയർന്നിരുന്നെങ്കിൽ പുതിയ സാഹചര്യത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടുകൾ, പുതിയതായി വോട്ടർ പട്ടികയിൽ എത്തിയ വോട്ടർമാരുടെ എണ്ണം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവർക്കൊരു ഏറെക്കുറെ കൃത്യമായ ഒരു കണക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നേനെ. പക്ഷേ ഈ പോളിംഗ് ശതമാനത്തിൽ അതല്ല സംഭവിച്ചിട്ടുണ്ട്, കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഈ പ്രാദേശികമായി എങ്ങനെ ഈ കണക്ക് ശേഖരിക്കാമെന്നതിൽ ഈ തങ്ങൾ പുതിയതായി ചേർക്കപ്പെട്ട വോട്ടുകൾ കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ടോ, പോൾ ചെയ്തിട്ടുണ്ടോ എന്ന പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ കൃത്യമായി തന്നെ ഇവിടെ ശേഖരിക്കപ്പെട്ടേക്കാം. അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ അത്തരം കണക്കെടുപ്പിലേക്ക് തന്നെ കടക്കുമെന്ന് കരുതാം. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് മുന്നണികൾക്കും കൃത്യമായ സംഘടനാ സംവിധാനമുള്ള ഒരു ഇടമാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ കണക്കെടുപ്പൊക്കെ അവർക്ക് വേഗത്തിൽ നടത്തിയേക്കാം. അതിന്റെ കൂട്ടിയും കിഴിക്കലുമുള്ള തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളായിരിക്കും ഇന്നത്തെ ഒരു പകൽ ദിനത്തെ നിർണായകമാക്കുക. അശ്വതി, അതാണ് സൈത്, നമ്മളിപ്പോൾ UDF-ന്റെയും NDA-യുടെയും പ്രതീക്ഷകൾ നമ്മൾ പറഞ്ഞു, കൂട്ടിക്കിഴിക്കലുകൾ നമ്മൾ പറഞ്ഞു. ഇടതുപക്ഷത്തേക്ക് എത്തുമ്പോൾ LDF-ന്റെ ഒരു പ്രതീക്ഷ അത് എത്രത്തോളമാണ്? പ്രത്യേകിച്ച് ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ വിലയിരുത്തലുകൾ ഏത് രീതിയിലാണ്? സ്ഥാനാർത്ഥി നിർണയം മുതൽ വലിയ ചർച്ചയായ പാലക്കാട് എന്താണ് LDF പ്രതീക്ഷിക്കുന്നത്? അശ്വതി, അത് വളരെ പ്രസക്തമാണ്. കാരണം ഇടതുപക്ഷം 3ാം സ്ഥാനത്ത് പോയിരുന്ന ഒരു മണ്ഡലമാണ്. എന്നും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി നഷ്ടമുണ്ടാവുന്ന ഒരു മണ്ഡലമായിരുന്നു പാലക്കാട്. പക്ഷേ ഇത്തവണ അവർക്ക് ഈ സരിനെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞതോടെ മത്സര രംഗത്തേക്ക് വലിയ രീതിയിൽ കുതിച്ചു കയറാൻ കഴിഞ്ഞു എന്ന് ഇടതുപക്ഷം വിശ്വസിക്കുന്നുണ്ട്. CPM നേതൃത്വം അത്തരം കണക്കുകളും അവകാശവാദങ്ങളും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം സാധാരണ രീതിയിൽ ഇടതുപക്ഷം അവരുടെ വോട്ടുകൾ വിജയത്തിനപ്പുറം തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതായിരുന്നു കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം സംസ്ഥാനത്ത് ഭരണം പിടിക്കുമ്പോഴും പാലക്കാട് 3ാം സ്ഥാനത്ത് പോകുന്നു എന്നൊരു ദുർഗതി ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സരിൻ സ്ഥാനാർത്ഥിയായി വന്നതോടെ മത്സരത്തിന്റെ മുൻനിരയിലേക്ക് വരുന്നു. ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം സരിൻ എന്ന സ്ഥാനാർത്ഥിക്ക് സ്വയം ആർജിക്കാൻ കഴിയുന്ന വോട്ടുകളും കൂടി ചേരുമ്പോൾ ഇത്തവണ ഒരു അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന അവകാശവാദമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഏറെക്കുറെ അതുപോലെ സംഭവിച്ചു എന്ന കാര്യം വോട്ടെടുപ്പിന് ശേഷം അവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയൊക്കെ അവകാശപ്പെടുന്നത് പോലെ ആ രീതിയിൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നതാണ് അവരും അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് സരിൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ പാലക്കാട് മത്സരിച്ചത്. അതുകൊണ്ട് കൂടി തന്നെ നിഷ്പക്ഷ വോട്ടുകളെയും കോൺഗ്രസ് അനുകൂല വോട്ടുകളെയും രാഹുൽ മാങ്കട്ടത്തിന്റെ സ്ഥാനാർത്ഥ്യത്തിന് എതിരുള്ള കോൺഗ്രസ് വോട്ടുകളെയൊക്കെ അത് സ്വാധീനിച്ചിരിക്കാം. അത് സരിൻ അനുകൂലമായിരിക്കാം. ഇതൊക്കെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷകൾ. അതുകൊണ്ട് ഇത്തവണത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇനി വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടിയും തങ്ങൾക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പായി പാലക്കാട് മാറും എന്ന് തന്നെ ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. അവരുടെ അവസാനവട്ട കണക്കെടുപ്പിലും അവർ അവകാശപ്പെടുന്നതും അതുതന്നെയാണ്. ശരി, TG സജിത്താണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.